വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കളക്ടറേറ്റിലേക്ക് ഇടുക്കി രൂപതയുടെ ബഹുജന കർഷക പ്രതിഷേധ മാർച്ച്. പൈനാവിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് ഇടുക്കി രൂപത മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇവർ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതിൽ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ളവ ഉണ്ട് എന്ന് കരുതുന്നു. അനുജ, തീർച്ചയായിട്ടും വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ഭൂപ്രശ്നങ്ങൾ, ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ മാർച്ച് ഇടുക്കി കളക്ടറേറ്റിലേക്ക് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, മലയോര മേഖലയിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. എല്ലാ ദിവസവും ആനയും കടുവയും കാട്ടുപന്നിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, ആളുകളെ ആക്രമിക്കുന്നു, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനൊന്നും വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വനം വകുപ്പ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയ അപകടങ്ങളൊന്നും ഇവിടെ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധത്തിൽ പറയുന്നത്. അതിന് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണം. വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം. വനം വകുപ്പ് മന്ത്രിയുടെ സ്ഥാനത്ത് മാത്രം ഇരുന്നാൽ പോരാ, ചുമതല കൂടി വഹിക്കണം എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിൽ മുദ്രാവാക്യമായി ഇവർ ഉയർത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല, സങ്കീർണമായ ഭൂപ്രശ്നമാണ്. പലതരത്തിലുള്ള ഭൂപ്രശ്നങ്ങൾ ഉണ്ട്. ഈ റവന്യൂ ഭൂമി ഉൾപ്പെടെ വനഭൂമിയാക്കുന്നതിനടക്കമുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കർഷകരെ മനഃപൂർവ്വം കുടിയൊഴിപ്പിക്കുന്നതിനുള്ള നടപടി നടക്കുന്നു. ഇതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇതൊക്കെ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി സർക്കാരിന്റെ കണ്ണു തുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രതിഷേധ മാർച്ച് എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസും അതുപോലെ തന്നെ ഇടുക്കി രൂപതയും പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കളക്ടറേറ്റിന് മുൻപിൽ ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ബഹുജന പ്രതിഷേധ, കർഷക പ്രതിഷേധമാണ്. വലിയ ജനപങ്കാളിത്തമുണ്ട്. ഇതൊരു തുടക്കം മാത്രമായി. ഇനിയും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധ സമരം ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ്, വന്യമൃഗശല്യം, ഭൂപ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് കളക്ടറേറ്റിലേക്കാണ് ഇടുക്കി രൂപതയുടെ ബഹുജന കർഷക പ്രതിഷേധ മാർച്ച്.